കൂട്ടമായി റോന്തു ചുറ്റുന്നവർ, മഞ്ഞിൻ കൂട്ടത്തിനിടയിലൂടെ നീങ്ങുന്നവർ. അങ്ങനെ ഇത്തിരി കുഞ്ഞന്മാർ മുതൽ രാജാക്കന്മാർ വരെയുണ്ട് പെൻഗ്വിൻ കൂട്ടത്തിൽ. പേരിന് പക്ഷി വിഭാഗക്കാരാണെങ്കിലും പറക്കുവാനുള്ള കഴിവ് ഇവയ്ക്കില്ല. സ്പെനിസിഡി എന്ന ശാസ്ത്രനാമത്തിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഭൂമധ്യരേഖയ്ക്ക് താഴെയായിട്ടാണ് ഒട്ടുമിക്ക പെൻഗ്വിനുകളുടെയും വാസസ്ഥലം. അപൂർവം വരുന്ന ചില പെൻഗ്വിനുകൾ ചൂടേറിയ കാലാവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം വരുന്നവയും തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് കാണാൻ കഴിയുക. എംപറർ, ചിൻസ്ട്രാപ്പ്, ജെന്റു പെൻഗ്വിനുകൾ അവയിൽ ചിലത് മാത്രം. മിക്ക പെൻഗ്വിനുകളുടെയും ശരീരപ്രകൃതി ഒന്നാണ്. കറുത്ത ശരീരത്തിൽ വെളുത്ത നിറത്തോടു കൂടിയ വയറാണ് മിക്കവയിലും കാണാൻ കഴിയുക. മഞ്ഞുപാളികളിൽ ഉപജീവനം നടത്തുമ്പോൾ പലപ്പോഴും വെള്ള നിറം ഇവയ്ക്ക് വിവിധ രീതിയിൽ ഗുണകരമാകാറുണ്ട്. പറക്കുവാനുള്ള ശേഷിയില്ലെങ്കിലും മികച്ച നീന്തൽക്കാരാണ് പെൻഗ്വിനുകൾ. ഒതുങ്ങിയ ശരീരം ഇവർക്ക് മികച്ച രീതിയിൽ നീന്തുവാനുള്ള ശേഷി നൽകുന്നു. അതേപോലെ പെൻഗ്വിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക കറുപ്പും വെളുപ്പും നിറമുള്ളവയാണ്. എന്നാൽ എല്ലാ പെൻഗ്വിനുകളും അങ്ങനെയല്ല എന്നുകൂടി അറിയണം. മഞ്ഞിനേക്കാൾ കൂടുതൽ സൂര്യപ്രകാശവും കടൽ തീരവും ഇഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനുകളും ഇക്കൂട്ടത്തിലുണ്ട്. ചെറിയ പെൻഗ്വിൻ ഇനത്തിൽപ്പെട്ട ഇവയെ നീല പെൻഗ്വിൻ അഥവാ ഫെയറി പെൻഗ്വിൻ എന്നാണ് അറിയപ്പെടുന്നത്. വലിപ്പത്തിന്റെ കാര്യത്തിൽ ഇവ നമ്മളെ അമ്പരിപ്പിക്കും. 30 മുതൽ 33 സെന്റിമീറ്റർ ഉയരവും 1.5 കിലോഗ്രാമുമാണ് പരമാവധി തൂക്കം. അതായത് ഒരു ബൗളിംഗ് പിന്നിന്റെ അത്രയും ഉയരം. ഇവരുടെ മറ്റൊരു പ്രത്യേകത നിറമാണ്. സാധാരണ പെൻഗ്വിനുകളുടെ കറുപ്പും വെളുപ്പും കലർന്ന രൂപത്തിന് പകരം നീല നിറത്തിലുള്ള തൂവലുകളാണ് ഇവയ്ക്കുള്ളത്. ഈ നീല നിറമാണ് ഇവയ്ക്ക് ബ്ലൂ പെൻഗ്വിൻ എന്ന പേര് നേടിക്കൊടുത്തത്. ഓസ്ട്രേലിയയുടെയും ന്യൂസിലൻഡിന്റെയും തീരപ്രദേശങ്ങളിലാണ് ഇവ കൂടുതലും കാണപ്പെടുന്നത്. പകൽ സമയം മുഴുവൻ കടലിൽ നീന്തി തുടിക്കാനും ചെറുമീനുകളെയും കൂന്തലുകളെയും പിടിക്കാനുമാണ് താല്പര്യം. എന്നാൽ ഇവരുടെ യഥാർത്ഥ കൗതുകം രാത്രിയിലാണ് തുടങ്ങുന്നത്. പകൽ മുഴുവൻ കടലിൽ ചിലവഴിച്ച ശേഷം ഇരുട്ടാകുമ്പോൾ കൂട്ടമായി കരയിലേക്ക് വരും. കരയിലെ മൺപൊത്തുകളിലേക്കുള്ള ഇവയുടെ തിരിച്ചുവരവ് ലോക പ്രശസ്തമാണ്. പെൻഗ്വിൻ പരേഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയയിലെ ചില തീരങ്ങളിൽ ഈ മനോഹര കാഴ്ച കാണാൻ വേണ്ടി മാത്രം ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. വലിപ്പത്തിൽ കുഞ്ഞന്മാരാണെങ്കിലും വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ അതിജീവന തന്ത്രങ്ങളും പ്രകൃതി ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇവയുടെ ശരീരത്തിന്റെ പ്രത്യേക ഘടന വേഗത്തിൽ നീന്താൻ സഹായിക്കുന്നു. നീല നിറം ഭംഗിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു തരം ഒളിവേഷം കൂടിയാണ്. കടലിനു മുകളിൽ നിന്ന് നോക്കുന്ന കഴുകന്മാർക്കും മറ്റു വേട്ടക്കാർക്കും കടൽ വെള്ളത്തിന്റെ നീല നിറത്തിനടിയിൽ ഈ പെൻഗ്വിനുകളെ തിരിച്ചറിയാൻ കഴിയില്ല. കാണാൻ കളിപ്പാവയെ പോലെ തോന്നുമെങ്കിലും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ളവരാണ് ഇവർ. എങ്കിലും മനുഷ്യൻ വരുത്തിവെക്കുന്ന മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യർ വളർത്തുന്ന നായ്ക്കൾ, പൂച്ചകൾ, കുറുക്കന്മാർ എന്നിവയുടെ ആക്രമണം കാരണം ഇത്തരം കുഞ്ഞൻ പെൻഗ്വിനുകളുടെ ജീവൻ ഇന്ന് വലിയ ഭീഷണിയിലാണ്.